ഹായ് മൈ ഡിയേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ഇതുവരെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഫിഷിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ പലതവണ ഫിഷിങ്ങിനും പോയാലും നമുക്ക് ഫിഷ് കിട്ടിയിട്ടില്ല. അപ്പം നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റി ഫിഷ് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ്. ഞാൻ ആക്ച്വലി എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പം എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നല്ല വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് ആക്ച്വലി ഈ മൺസൂൺ ടൈമിങ്ങിലൊക്കെ നന്നായിട്ടിങ്ങനെ റിവർ ഓവർഫ്ലോ ആയി ഞങ്ങൾ ചെറുപ്പം മുതലേ ഈ വെള്ളച്ചാട്ടത്തിൽ പോയി കുളിച്ചും കളിച്ചും ഒക്കെ വളർന്ന് വന്നവരാണ്. അപ്പോൾ നമ്മൾ പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാമായിരുന്നല്ലോ, ഈ വേനൽക്കാലത്ത് ഇവിടുത്തെ വരെ വെള്ളം നന്നായിട്ട് വറ്റി. ഇടുക്കി പോലും നമുക്ക് പലയിടങ്ങളിൽ വെള്ളത്തിന് ഷോർട്ടേജും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പലതവണ ഇങ്ങനെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ചെറിയ തോട്, നമ്മൾ തോടെന്നാണ് പറയുന്നത്, തോട് വറ്റിയ, അതായത് കരിഞ്ഞുണങ്ങി കിടക്കുന്ന അവസ്ഥയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് നല്ലപോലെ വെള്ളമായിട്ടുണ്ട്. നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ്. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ്. പിന്നെ ഇത് നമ്മുടെ പറമ്പിൽ കൂടെ തന്നെയാണ് ഒഴുകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെയാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളപ്പം ചെറുപ്പം മുതലേ പറയാറുണ്ട്, ഞങ്ങളുടെ പ്രൈവറ്റ് വാട്ടർഫോൾ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊതിപ്പിക്കാറുമുണ്ട്, വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ജോബിയും കൂടെയാണ് ഇന്ന് ഫിഷിങ്ങിന് പോകുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ പപ്പയുണ്ട്. എൻ്റെ പപ്പയ്ക്ക് മീൻ പിടിക്കാനായിട്ട് അറിയാം. കാരണം നമ്മൾ പണ്ട് മുതലേ ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൽ ഫിഷ് കിട്ടുന്ന ഈ ഒരു മഴക്കാലത്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ മിക്കവരുടെയും വീട്ടിൽ വലയുണ്ട്. അപ്പോൾ വല കൊണ്ടേ വെറുതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനെ കിട്ടും. പിന്നെ ഈ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി കഴിക്കത്തില്ല, അധികം കഴിക്കത്തില്ല, ജസ്റ്റ് വല്ലപ്പോഴൊക്കെ കഴിക്കത്തേ ഉള്ളൂ. ഇത് നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടിൽ അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മീൻ പിടിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇതെൻ്റെ മമ്മിയാണ് കേട്ടോ. എൻ്റെ മമ്മി ഭയങ്കര കിടിലനായിട്ട് മീൻ പിടിക്കാനായിട്ട് അറിയാം. അതായത് എൻ്റെ പപ്പ പഠിപ്പിച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീൻ പിടിക്കുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. കാരണം ഞങ്ങളൊക്കെ കുറേ വട്ടം പിടിക്കാനായിട്ട് പോയിട്ടുണ്ട്, പക്ഷെ നമുക്ക് കിട്ടാറില്ല ചൂണ്ടയിട്ടിട്ടൊന്നും. പക്ഷേ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്ത് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് മീൻ കിട്ടും. ഇത് കണ്ടോ, ഇത് എൻ്റെ മമ്മി പിടിക്കാനായിട്ട് പോയപ്പോൾ ഫസ്റ്റ് കിട്ടിയ മീനാണ്. അപ്പോൾ ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കണം, അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് മീൻ പിടിക്കുന്ന ഇതൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ രണ്ടുപേരൂടെയാണ് ഈ ഫസ്റ്റ് ടൈം പോയത്. പക്ഷെ ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോയപ്പം ആ സമയത്ത് മീനില്ലായിരുന്നു, ജസ്റ്റ് കുഞ്ഞു മീനുകളെയാണ് കിട്ടിയത്. നമ്മൾ കിട്ടിയ മീനിനെയൊക്കെ നമ്മൾ തിരിച്ചു വിടുകയാണ് ചെയ്തത്. കാരണം ഇത് ഭയങ്കര കുഞ്ഞു മീനായിരുന്നു. അപ്പോൾ നമുക്കതിനെ കഴിക്കാൻ കുറച്ച് പാടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ പോകാനാണ്. രാത്രി സമയമാകുമ്പോഴാണ് കുറച്ചുകൂടെ പോസിബിലിറ്റി കൂടുതലാണ് മീൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഫൈനലി കുറേ വട്ടം ട്രൈ ചെയ്തു. മമ്മി എന്നെ ഇത് പിടിക്കുന്ന ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇതെങ്ങനെയാണ് ഈ വല വിരിച്ച് വീശാനായിട്ട് പഠിക്കേണ്ടത്. വല വീശുക എന്നാണ് പറയുന്നത്. അപ്പം അതെന്നെ പഠിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മളിങ്ങനെ ട്രൈ ചെയ്യുമ്പം കുറച്ച് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ വരും. കാരണം ഈ വല അഥവാ നെറ്റ് ഇത് കുറച്ച് വെയിറ്റുള്ള സാധനമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ബോഡി പെയിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെ പഠിക്കാമെന്നുള്ളൊരു പ്ലാനിലായിരിക്കുന്നത്. കാരണം ഞാനിപ്പം ജസ്റ്റ് വന്നതേ ഉള്ളൂ വീട്ടിലോട്ട്. അപ്പോൾ ആദ്യമേ തന്നെ പനിയൊക്കെ പിടിച്ച് ബോഡി പെയിനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുന്ന മൺസൂൺ ടൈം അടിച്ചു പൊളിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മൺസൂൺ ടൈമിങ്ങിൽ ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ മഴയൊക്കെ എൻജോയ് ചെയ്ത് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓർത്തു ഇത് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം എന്താവും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു, നിറയെ വെള്ളം ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷേ ഇയർ ബൈ ഇയർ ഈ ഒരു നേച്ചറിൻ്റെ, പ്രത്യേകിച്ച് ഇടുക്കിയുടെ ഒക്കെ ബ്യൂട്ടി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പം ഞാൻ അതൊക്കെ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്ത് പിന്നീട് എനിക്ക് കാണാനും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയിൽ പോയിട്ടും ഞങ്ങൾ ട്രൈ ചെയ്തു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ചേറെ മീൻ കിട്ടിയത് ഈ ഒരു സമയത്താണ്. ഇത് കണ്ടോ, നല്ല കൂരാക്കൂരിട്ടാണ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു രാത്രി 12 മണി ആ ഒരു സമയത്താണ് ആക്ച്വലി നമ്മളിവിടെ വന്നത്. അപ്പോഴത്തേക്കും രാവിലത്തേനെക്കാട്ടി കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു നമ്മുടെ ഈ തോട്ടിൽ. നല്ല വലിയ തോടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇവിടെ കുളിക്കുമായിരുന്നു. അപ്പം ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്തൊക്കെ ചാടുന്ന ഒരു വൈബാണ്. ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗ് വീട്ടിലിടുക, തോട്ടിലോട്ട് ഓട്ടമാണ് ഞങ്ങളുടെ പതിവ്.
പിന്നെ അമ്മ വടിയൊക്കെ ആയിട്ട് വന്ന് നമ്മളെ അടിച്ചാണ് വീട്ടിൽ കൊണ്ടുപോകുന്നത്. കാരണം അത്ര സമയം രാത്രി ആയാലും നമ്മൾ കയറി വരത്തില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ കളിക്കാനും കുളിക്കാനും ഒക്കെ. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അവരും ഇവിടെ വരുമായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു ശരിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുന്നത്, നല്ല ഒരു സ്വീറ്റ് മെമ്മറിയാണ്. കാരണം നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് ഈ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതെൻ്റെ പപ്പയാട്ടോ, പപ്പയാണ് ഇനി അടുത്ത് ട്രൈ ചെയ്യുന്നത്. അപ്പം രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും, കാരണം രാവിലെ ഞങ്ങൾ വന്നിട്ട് മീൻസ് നമുക്ക് അധികം മീനൊന്നും കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് രാത്രി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ രാത്രി നോക്കിയിരുന്നത്. യൂഷ്വലി നമുക്ക് മീനൊക്കെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് എന്താ പറയുന്നത്, വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി കഴിഞ്ഞ് കഴിയുമ്പോഴാണ്. കണ്ടോ എന്തുമാത്രം മീനാണ് കിട്ടിയെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. ശരിക്കും എനിക്കിങ്ങനെ മീനിനെയൊക്കെ ഇങ്ങനെ പിറക്കി വലയെന്നൊക്കെ പിറക്കി ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ ഇതുങ്ങളിങ്ങനെ ഓടുന്നതും. പിന്നെ ഞാൻ എനിക്ക് വീട്ടിൽ ഓൾറെഡി ഒരു ഇതുണ്ട്, അക്വേറിയം ഉണ്ട്. അപ്പം ഞാൻ അതിനകത്തും കൊണ്ടുപോയി കുറച്ച് മീനുകളെ ഇട്ടു. പിന്നെ നമുക്കൊരു കിണറുണ്ട്, അതിനകത്തും ഇടും. അത് നമ്മുടെ പതിവാണ്, എല്ലാ മഴക്കാലത്തും ഇങ്ങനെ മീനെ പിടിച്ചിട്ടിടും. പിന്നെ ഓട്ടോമാറ്റിക്കലി മഴ കൂടുന്നതനുസരിച്ചിട്ട് ഇതെല്ലാം ഓവർഫ്ലോ ആവും. നമ്മുടെ കിണർ കാര്യങ്ങളെല്ലാം ഓവർഫ്ലോ ആയിട്ട് വെള്ളം ഒഴുകി തുടങ്ങും. ആ സമയത്ത് ഈ മീനുകളെല്ലാം രക്ഷപ്പെട്ട് വീണ്ടും ഈ ആറ്റിലോട്ട് വരും. നല്ല രസം കേട്ടോ. ചിലപ്പോൾ ഒക്കെ നമുക്ക് വലിയ മീനുകളെ കിട്ടും, മറ്റേ മുഷി അങ്ങനത്തെ ടൈപ്പും വലിയ മീനുകളൊക്കെ കിട്ടും. ഈ മീൻ നമ്മൾ കല്ലേമുട്ടി എന്നാണ് പറയുന്നത്, ഇവിടെ നമ്മളിങ്ങനെയാണ് പറയുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു മൺസൂൺ സമയത്ത് മീനൊക്കെ പിടിച്ച് ഇങ്ങനെ ആ ഒരു വൈബ്, മഴയുടെ വൈബൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാനായിട്ട് മറക്കണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ മീൻ. നമ്മൾ വീണ്ടും കുറേ വട്ടം ട്രൈ ചെയ്തു. ഇതാട്ടോ ഫൈനലി നമുക്ക് കിട്ടിയത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1 kg അടുത്ത് നമ്മൾ ഫിഷിനെ കിട്ടി. 2-3 തവണയൊക്കെ ഇങ്ങനെ വല വീശി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. ഒരു വട്ടം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 30-40 എണ്ണമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു രാത്രിയിൽ. ഇതുണ്ടോ ഇങ്ങനെ കേട്ടോ വീശുന്നത്, ഇങ്ങനെ വല ഇങ്ങനെ ഫുള്ളായിട്ട് വിരിഞ്ഞ് വരും. അവിടെ ഒരു പാറക്കെട്ട് പോലെയാണ്, അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് വിരിയാത്തത്. അല്ലെങ്കിൽ നല്ല ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ടിൽ വരും. പിന്നെ ഇതാട്ടോ വെള്ളച്ചാട്ടത്തിന് അവിടെ ചെറിയൊരു ഡെപ്ത് ഉണ്ട്, പക്ഷേ നമ്മൾ മുങ്ങിയൊന്നും പോകത്തില്ല. നല്ല രസമാണ് ഇവിടെ കുളിക്കാനായിട്ടൊക്കെ. പിന്നെ ഇപ്പോൾ ഇഫ് പോസിബിൾ ഞാൻ ഡേ ടൈമിലൂടെ ഇവിടെ നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ എടുക്കാം. അപ്പം അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്ത് തരാം. പിന്നെ നമ്മൾ ഇത് എന്താ പറയുന്നത്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത്, നമുക്കിപ്പം മാപ്പിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതിനെ ജെറൂട്ട് ഫോൾ വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇടുക്കിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തോണിത്തടി എന്ന് പറയുന്ന സ്ഥലമാണ്. പരപ്പ് തോണിത്തടി ആ ഒരു ഏരിയയിലാണ് വരുന്നത്. നിയർ ടു മൈ ഹൗസാണ്, പക്ഷേ നമ്മൾ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലുമൊക്കെ വരാം. കുറേ പേര് നമ്മൾ ഇത് മാപ്പിനകത്ത് അപ്ലോഡ് ആക്കി കഴിഞ്ഞ് പിന്നെ ഇതുവഴിയൊക്കെ വരുമ്പോൾ നിയർ ബൈ വാട്ടർഫോൾസും സ്പോട്ടൊക്കെ നോക്കി വരുമ്പം ഇത് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. വന്നു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അധികം ഒട്ടും ഡേഞ്ചറസ് അല്ലാത്ത വെള്ളച്ചാട്ടമാണ്, കാരണം ഒട്ടും ആഴമില്ല. ഇങ്ങനെ കുളിക്കേണ്ടവർക്കൊക്കെ കുളിക്കാനായിട്ടും എൻജോയ് ചെയ്യാനായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്പോട്ടാണ്. അപ്പം ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ബാക്കി എൻ്റെ എന്താ പറയുന്നത് മീൻപിടുത്തം വ്ളോഗൊക്കെ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പല വെറൈറ്റി കണ്ടൻറ്റുകളായിട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് കണ്ടൻറ് അല്ല എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ട്രാവൽ കാണാറുണ്ട്, ട്രാവലിംഗ് തിങ്സ് ഉണ്ട്, പിന്നെ ഇതുപോലെ ഫിഷിംഗ് ഉണ്ട്, പിന്നെ ഫാഷൻ ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി കണ്ടൻറ്റുകളാണ്. ഞാൻ ഓൾറെഡി ഇതിന് മുമ്പുള്ള വീഡിയോസിനത് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് കുറേ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നുണ്ട് ഇനി വരും മാസങ്ങളിൽ. അപ്പം ഞാനും അത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നിങ്ങളും എൻ്റെ എക്സൈറ്റ്മെൻറ്റോട് കൂടി എൻജോയ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇപ്പം നമുക്ക് വ്യൂവേഴ്സൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഡേ ബൈ ഡേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. അപ്പം ഒരു സബ്സ്ക്രൈബർ ആയാൽ പോലും ഞാൻ ആ ഒരു സിംഗിൾ സബ്സ്ക്രൈബറിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. കാരണം അത്രത്തോളം സപ്പോർട്ടാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ച് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അവരും ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇതൊക്കെയുള്ളൂ. ഞാൻ പറഞ്ഞ അധികം ബോറടിപ്പിക്കുന്നില്ല. ടാറ്റാ ബൈ, ലവ് യു.